ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 2. ഋഷിരൂപാഖ്യാനം. വംഗദേശത്ത് മംഗളൻ എന്നു പേരായ ഒരു ഗോപൻ ഉണ്ടായിരുന്നു. ധനവാനായ അദ്ദേഹം ശാസ്ത്രസമ്പന്നനും 9 ലക്ഷം പശുക്കളുടെ ഉടമയുമായിരുന്നു. അദ്ദേഹത്തിന് 5000 ഭാര്യമാരുണ്ടായിരുന്നു. വിധിവശാൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ നശിച്ചുപോയി. കുറേ പശുക്കളെ കള്ളന്മാർ കൊണ്ടുപോയി. ശേഷിച്ചവയെ രാജാവും പിടിച്ചെടുത്തു. ദണ്ഡകാരണ്യനിവാസികളായിരുന്ന ഋഷിമാരെല്ലാം ശ്രീരാമൻ്റെ വരപ്രഭാവത്താൽ മംഗളൻ്റെ കന്യകമാരായി ജനിച്ചു. ദരിദ്രനായ താൻ ഇനി ഈ കന്യകമാരെ, ഈ പെൺകുട്ടികളെ എങ്ങനെ വിവാഹം ചെയ്തു കൊടുക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷമം. അവരെ എങ്ങനെയെങ്കിലും വല്ല രാജാക്കന്മാർക്കും വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റിയാൽ അവർക്ക് സുഖം ലഭിക്കുമല്ലോ എന്നും ഈ മംഗളൻ വിചാരിച്ചു. അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കെ വൃദ്ധനും ബുദ്ധിമാനുമായ ജയൻ എന്ന ഒരു ഗോപൻ തീർത്ഥയാത്ര ചെയ്തുകൊണ്ട് മധുരയിൽ നിന്ന് അവിടെ എത്തി. അദ്ദേഹത്തിൽ നിന്ന് നന്ദരാജൻ്റെ വൈഭവത്തെപ്പറ്റി മംഗളൻ അറിയാനിടയായി. സുന്ദരികളായ തൻ്റെ പുത്രിമാരെ അദ്ദേഹം നന്ദരാജഗൃഹത്തിലേക്ക് അയച്ചു. അവിടെ പശുക്കളുടെ ചാണകം വാരുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടു ഈ പെൺകുട്ടികൾ. അവർ അവിടെ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനിടവരികയും ഭഗവാനെ പ്രാപിക്കുവാനായി കാളിന്ദിയെ സേവിക്കുവാനും തുടങ്ങി. പ്രസന്നയായി ദർശനം കൊടുത്ത കാളിന്ദിയോട് നന്ദാത്മജൻ തങ്ങളുടെ ഭർത്താവായി വരണമെന്ന വരമാണ് ആ പെൺകുട്ടികൾ ചോദിച്ചത്. അപ്രകാരം കാളിന്ദി അങ്ങനെ തന്നെ ആകട്ടെ എന്ന് അനുഗ്രഹിച്ചു. അവർ വൃന്ദകാരണ്യത്തിൽ രാസമണ്ഡലത്തിൽ എത്തിച്ചേർന്നു. ഭഗവാനാകട്ടെ അവരുമായി രമിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ.